തലസ്ഥാനത്ത് വൻ തീപിടുത്തം. PMGയിൽ പ്രവർത്തിക്കുന്ന TVS സ്കൂട്ടർ ഷോറൂമിലായിരുന്നു തീപിടുത്തം ഉണ്ടായത്. രാവിലെ 3:30 ഉണ്ടായ അപകടത്തിന്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല. പുലർച്ചെ 3 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തമുണ്ടാകാനുള്ള കാരണം വ്യക്തമല്ല. 10ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് TVSന്റെ ഷോറൂമിലുണ്ടായ തീ നിയന്ത്രണ വിധേയമാക്കിയത്. സെക്യൂരിറ്റി ജീവനക്കാരാണ് അപകടം ആദ്യം അറിഞ്ഞത്. ശേഷം ഫയർഫോഴ്സിനെ അറിയിക്കുകയായിരുന്നു. ഒരു 3:35 ഞാൻ വണ്ടിയുടെ ഇടയ്ക്കായിട്ട് കസേരയിലിരുന്ന് ചാരിയിരുന്ന് ഉറങ്ങായിരുന്നു. പടാൻ വെടിയും കേട്ട് പൊട്ടിത്തെറിയായിരുന്നു. പൊട്ടിത്തെറിച്ചപ്പോൾ ഞാൻ പുറത്ത് വന്ന് നോക്കിയപ്പോൾ എനിക്ക് മൊബൈൽ എടുക്കാനാ ചാവി എടുത്ത് കാറ്റ് തുറക്കാനാ ഉള്ള അവസ്ഥയിലായിരുന്നില്ല. ഞാൻ അങ്ങ് പതറിപ്പോയി. ഒടുക്കം കയറ്റിൽ നിന്ന് എടുത്ത് ചാടി എൻ്റെ കൈയും മുട്ടുമൊക്കെ ഇടിച്ച് എടുത്ത് ചാടിയിട്ട് പള്ളിയിൽ സെക്യൂരിറ്റീനെ കയറ്റിൽ തട്ടി വേഗം വിളിച്ചു പറയണമെന്ന് പറഞ്ഞു. അപ്പോഴേ എൻ്റെ നമ്പർ ഉണ്ടാകുന്ന കേട്ട് സെക്യൂരിറ്റി സുരേഷിൻ്റെ നമ്പർ ഇവിടെ സെക്യൂരിറ്റിയിലുണ്ട്, വിളിച്ചു പറയാൻ പറഞ്ഞ് ആ സെക്യൂരിറ്റിയാണ് അതിൻ്റെ MD വിളിച്ച് പറഞ്ഞ് ഉടൻ വന്നത്. ഒടുക്കം ഫയർഫോഴ്സും വന്ന് പുതിയ സ്കൂട്ടറുകൾക്കടക്കം തീപിടിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് പ്രാഥമിക നിഗമനം. താഴത്തെ നിലയിലുണ്ടായിരുന്ന 3 വാഹനങ്ങൾ കത്തിനശിച്ചെന്ന് ഉടമ തന്നെ പറയുന്നു. തീ പൂർണ്ണമായും അണച്ചെങ്കിലും അപകടത്തിന്റെ കാരണം വ്യക്തമല്ല. കെട്ടിടത്തിന്റെ നിർമ്മാണം തീയണക്കലിനെ ബാധിച്ചെന്ന് ജില്ലാ ഫയർ ഓഫീസർ വ്യക്തമാക്കി. കോസ് ഓഫ് ഫയർ എന്തെന്നുള്ളത് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല. കാരണം മുകളിൽ കുറച്ച് ഫ്യൂവലൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുള്ളതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ആദ്യം താഴെ ഫയർ ഉണ്ടായതിനു ശേഷം മുകളിലാണ് വലിയ സ്ഫോടനത്തോടുള്ള ഒരു ഫയർ ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പം അത് ഫ്യൂവലിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ്. പിന്നെ അത് ഷോർട്ട് സർക്യൂട്ടാണോ വേറെ ഏതെങ്കിലും രീതിയിലാണോ വേറെ എന്തെങ്കിലും മാർഗത്തിലാണോ ഈ ഫയർ ഉണ്ടായതെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. പിന്നെ ഫോഴ്സിബിൾ എൻട്രി ചെയ്താണ് നമ്മൾ അകത്ത് കയറിയത് തന്നെ. അപ്പം വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള വളരെ കുറച്ച് സ്പേസിനെ മാക്സിമം അവർ യൂട്ടിലൈസ് ചെയ്തിരുന്നു. അതുകൊണ്ട് റെസ്ക്യൂ ഓപ്പറേഷൻ വളരെ ശ്രമകരമായിരുന്നു. അപകടം പറ്റാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. അതെല്ലാം ഒഴിവാക്കിയാണ് പ്രവർത്തിച്ചത്. അപകട സമയത്ത് ജീവനക്കാർ ആരും ഷോറൂമിൽ ഉണ്ടായിരുന്നില്ല. സെക്യൂരിറ്റി മാത്രമാണ് ഉണ്ടായിരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് 4 യൂണിറ്റും ചാക്ക, വിഴിഞ്ഞം, കഴക്കൂട്ടം, നെടുമങ്ങാട് എന്നിവിടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ജനം, തിരുവനന്തപുരം.